ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ഒറിജിനൽ ബട്ടർ കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തം 14 കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സീവ് ചെയ്യാം. ഒരു തവണ അരിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ബട്ടർ കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ ബട്ടർ കൂടുതൽ വേണം. അപ്പം 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നമുക്കൊരു ബീറ്ററിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു വിസ്കിൻ്റെ സഹായത്തോടെയോ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം കണ്ട ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മളെ ബട്ടറും ആ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു കപ്പ് കേക്കിൽ ഒരു മുട്ടയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. നല്ലോണം ഫ്ലഫി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊന്നും വേണ്ട കേട്ടോ. ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് എന്ന് പറയുന്നത് നല്ല ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബട്ടറിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും വരുന്ന ഒറിജിനൽ കപ്പ് കേക്ക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ബട്ടർ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ മൈദ മിക്സിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലോ സ്പീഡിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ബീറ്റർ നല്ല സ്പീഡിൽ കറങ്ങുന്ന പോലെ കാണിക്കുന്നത്. ലോ സ്പീഡിലാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൈദ ഫുള്ളായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ പാല് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആയിരിക്കും ഉണ്ടാവുക, ലൂസായിട്ടല്ല. അപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി വേണ്ടത് കപ്പ് കേക്ക്സിൻ്റെ മോൾഡാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡിൽ പേപ്പർ കപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം എനിക്ക് 14 കപ്പ് കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതാ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓവൻ അല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലേൽ ബ്രൗൺ കളർ ആവില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കപ്പ് കേക്കാണ്. ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾ കുട്ടികൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.